സ്നേഹിതരെ, ഏവർക്കും സ്നേഹബുദ്ധിയ സ്വാഗതം. വ്യാജരേഖ നിർമ്മാണ കേസിലെ നിർണായക സാക്ഷിക്കെതിരെ വധശ്രമം നടന്നതായി ഒരു വാർത്ത പ്രചരിക്കുന്നു. അത് കേവലം ഒരു പ്രചാരണം മാത്രമല്ല, സഭാനുകൂല വിശ്വാസ ബോധ്യമുള്ള ചില ആളുകൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയ അവരുടെ സാക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു ദൃശ്യാവിഷ്കാര ചിത്രീകരണ സംപ്രേഷണത്തിന് ഞാൻ മുതിരുന്നത്. ബസിലിക്ക ദേവാലയത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞു പോകണമെന്ന് ക്യൂരിയ കൽപ്പിച്ച നിത്യമണവാളൻ എന്ന് പറഞ്ഞാൽ നിത്യമണവാള വേഷം ധരിച്ച ഒരു ബാതിരി കോലം കല്യാൺ രൂപതയിലായിരുന്ന കാലഘട്ടം മുതലേ ഇദ്ദേഹത്തിൻ്റെ വീരകൃത്യങ്ങൾ അനേകം പ്രചരിച്ചിട്ടുണ്ട്. അനുഭവസ്ഥരുടെ സാക്ഷ്യവുമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല, അതൊരു വ്യക്തിപരമായ വിഷയമായിട്ട് കിടക്കട്ടെ. അങ്ങനെയുള്ള ഈ മണവാളൻ നിത്യാരാധന ചാപ്പലിൽ കുമ്പസാരിപ്പിക്കാനായിട്ടിരിക്കുന്നു. ഇദ്ദേഹത്തിന് കുമ്പസാരിപ്പിക്കാൻ ഉള്ള പത്തേന്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, സഭയെ അനുസരിക്കാത്ത പുരോഹിതന്റെ പാപസങ്കീർത്തന പരികർമ്മം അതിനാൽ തന്നെ അസാധുവാണ്. ഇത് മനസ്സിലാക്കാത്ത വിശ്വാസികൾ അവിടെ പോയി മുട്ടുകൊത്തും കണ്ണി കണ്ടതൊക്കെ വിളിച്ചു പറയും. ഇനി അത് വെച്ച് അങ്ങേര് മുതലെടുക്കുമോന്നും എനിക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. അവിടെ അപ്പോഴുണ്ടായിരുന്ന വൈക്കത്ത് നിന്ന് വന്ന ഏതാനും സഹോദരങ്ങൾ അവര് സംഭാഷണം നടത്തുകയുണ്ടായി. കാരണം ഈ കുമ്പസാരത്തിന്റെ സാധുതയെക്കുറിച്ച് അവർ ചർച്ച ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത്. എന്തായാലും നമ്മുടെ നിത്യമണവാള പുരോഹിത വേഷധാരി അവരെ രൂക്ഷമായി നോക്കിയിട്ട് നടന്നുപോയി. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്ന നമ്മുടെ വിദൂഷക കൊടലൂത്തുകാരൻ്റെയും ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണമായിരിക്കാം ഏതാനും ചില ആളുകൾ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഡിവൈൻ മീഡിയ എന്ന സഭാനുകൂലമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന ഒരു ചാനലിൻ്റെ ഉടമ, ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം അവിടെ എത്തി. അവർ ഈ വ്യാജരേഖ സംബന്ധമായ കേസിൻ്റെ ഇദ്ദേഹത്തിൻ്റെ സാക്ഷിയുടെ ആധികാരികതയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഏതാനും ചില ആളുകൾ ഈ മണവാളൻ്റെയും ഒപ്പം അവിടെ തന്നെ ഉണ്ടായിരുന്ന വിദൂഷകന്റെയും ഒക്കെ സമ്മർദ്ദ തന്ത്രത്തിൻ്റെ ഫലമായിട്ടായിരിക്കാം കടന്നു വരികയും ഈ ജോൺ എന്ന് പറയുന്ന ഡിവൈൻ മീഡിയയുടെ ഉടമസ്ഥനും അവതാരകനുമായവനെ കഠിനമായി മർദ്ദിക്കുകയും ചെയ്തു. എന്തായാലും ഗുരുതരമായ ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ബഹുമാനപ്പെട്ട മത്തായി മുതിരേന്തി വക്കീലിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം കേസ് നടത്തുന്നു. അദ്ദേഹം ക്രിമിനൽ ലോയറാണല്ലോ. അതുകൊണ്ട് അതെല്ലാം കഴിയുമ്പോൾ ബാക്കി നടപടികളിലേക്ക് മുന്നോട്ട് പോകും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് വിമതരുടെ സഭാവിശ്വാസ വിരുദ്ധമായ നിലപാട്. ഒരു ക്രിസ്ത്യാനി ഒരിക്കലും ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഇടപെടാൻ പാടില്ല. വ്യാജരേഖ നിർമ്മിച്ചതും വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കേസ് കോടതിയിൽ കിടക്കുകയാണ്. പോലീസിന്റെ ഭാഗത്ത് ക്രിയാത്മകമായ അന്വേഷണവും നടക്കുന്നുണ്ട്. തേലക്കാടൻ എന്ന് പറയുന്ന സാക്ഷാൽ തേലൻ എവിടെയോ പോയി ഹൈക്കോടതിയിൽ പോയി ഒരു സ്റ്റേ ഒക്കെ അനുവദിച്ചു. അത് കേസിന്റെ അന്തിമ വിചാരണയൊന്നുമല്ല. ഏതൊരു കുറ്റവാളിക്കും അവസാന നിമിഷം വരെ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം കൊടുക്കുക എന്ന ധാർമ്മിക ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ച ഒരു ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് താൽക്കാലികമായ ഒരു സ്റ്റേ. അതുകൊണ്ട് അദ്ദേഹം നിരപരാധിയാണെന്ന് അർത്ഥമൊന്നുമില്ല. ഇവിടെ ഏതോ ഇഞ്ചി കൃഷി കമ്മീഷനോ അങ്ങനെ എന്തോ ഒരു കമ്മീഷന്റെ രേഖയാണ് ഇവർ ആവശ്യം. ഇഞ്ചി കൃഷി കമ്മീഷനും വ്യാജരേഖയുമായിട്ട് എന്താ ബന്ധം? ഇവർ ഉണ്ടാക്കിയ രേഖ വ്യാജമാണോ ശരിയാണോ, ഇതല്ലേ ഇവിടെ തർക്കമുള്ളൂ. വ്യാജമാണെങ്കിൽ അത് ഗുരുതരമായ കുറ്റമാണ്, അത് ശിക്ഷാർഹവുമാണ്. അത് കേസ് തെളിയിക്കപ്പെട്ടോളും. ഈ പറയുന്ന തേലൻ കീലൻ തുടങ്ങിയ ആളുകളെല്ലാം മതിൽ ചാടി ഓടിയ കല്ലൂക്കാരനും മാറാപ്പറമ്പനും ഒക്കെ ഒരു പക്ഷേ അകത്ത് കിടന്നു വരാം. ഒരു പാവപ്പെട്ട അൽമായനെ പിടിച്ച് കുഴിയിൽ ചാടിച്ചു. പണ്ട് ഇവരുടെ പണി ഇതാണല്ലോ, അൽമായന്റെ പുറത്തോട്ട് പാരയടിക്കുക എന്നുള്ളതാണ് ഈ തിന്മയുടെ രൂപങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു വഴി. അതിന് ഓശാന പാടാൻ കുറേ ശിങ്കിടികളെയും കിട്ടും. അവരിങ്ങനെ ഇത്തരം കോമാളിത്തരവുമായി നടക്കുകയും ചെയ്യും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ജോണിനെതിരെയുള്ള ഈ ആക്രമണം
അത് ഗൗരവതരമായ ഒരു കുറ്റമാണ്, ശിക്ഷാർഹമാണ്, നടപടികൾ ഉണ്ടാവട്ടെ. ഏതായാലും വളരെ ശ്രദ്ധാപൂർവവും പ്രാർത്ഥനാപൂർവ്വം ഇത്തരം കാര്യങ്ങളെ നാം വീക്ഷിക്കേണ്ടതുണ്ട്. ക്രൈസ്തവ ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഏവർക്കും ദൈവനാമത്തിൽ സമാധാനവും പ്രാർത്ഥനയും ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.